ഹല്ലേലൂയ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ സർവശക്തനായ കർത്താവ് ഒരുക്കുന്ന എല്ലാ അവസരങ്ങൾക്കായും കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. സന്തോഷമുള്ള ദൈവമക്കൾ ആ കരങ്ങളെ ഉയർത്തിയൊന്ന് കർത്താവിന് ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ക്യാമറ ഓൺ ചെയ്യാനുള്ളവരെല്ലാം വേഗത്തിൽ ക്യാമറ ഓൺ ചെയ്താട്ടെ. ഹല്ലേലൂയ. ഇന്നലെ അല്പമായ നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂസ് ഉണ്ടായിരുന്നുവെന്ന് അറിയാനിടയായി. സ്തോത്രം. എങ്കിലും നിങ്ങൾ സഹകരിച്ചല്ലോ. എല്ലാത്തിനായിട്ടും കർത്താവിന് സ്തോത്രം. ക്യാമറ ഓൺ ചെയ്യുള്ളവരൊക്കെ വേഗത്തിൽ ഓൺ ചെയ്യുക. കർത്താവിൻ്റെ കാര്യം നമ്മളോട് കൂടെ ഇരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഇന്നലത്തെ മീറ്റിങ്ങിന് ശേഷം പലരും കോണ്ടാക്റ്റ് ചെയ്യുവാനും പ്രാർത്ഥനാ വിഷയങ്ങൾ പറയുവാനും ഒക്കെ ഇടയായി. അതൊക്കെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. പ്രത്യേകിച്ച് നമ്മുടെ സന്ദേശങ്ങൾ ഈ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് നമ്മൾ യൂട്യൂബിലൂടെ കൊടുക്കുന്നത് കൊണ്ട് പലരും പ്രാർത്ഥനാ വിഷയങ്ങൾ അത് കണ്ട് പല രാജ്യങ്ങളിൽ നിന്ന് കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ സന്ദേശം യൂട്യൂബിലൂടെ കാണാൻ സാധ്യതയുള്ള ദൈവമക്കൾ ആരെങ്കിലും ഈ ഗ്രൂപ്പിൻ്റെ ഭാഗമായി നമ്മുടെ ഗ്ലോബൽ റിവൽ നെറ്റ്വർക്കിൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ആഡായി അവർക്ക് ഈ നമ്മുടെ എല്ലാ മീറ്റിങ്ങുകളെക്കുറിച്ചുമുള്ള അപ്ഡേറ്റ്സ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന ഈ QR കോഡ് സ്കാൻ ചെയ്ത് അവർക്ക് നമ്മുടെ ഗ്രൂപ്പിൻ്റെ ഭാഗമാകാൻ പറ്റും. മെസ്സേജ് മാത്രമാണ് നമ്മൾ യൂട്യൂബിൽ കൊടുക്കുന്നത്. ഇതിനു മുമ്പ് മധ്യസ്ഥ പ്രാർത്ഥനയും പ്രൊഫറ്റിക്കൽ സെഷനും ഉണ്ട്. സ്തോത്രം. അതൊന്നും നമ്മൾ യൂട്യൂബിൽ എന്ത് ചെയ്യാറില്ല, കൊടുക്കാറില്ല. കാരണം ഈ സൂം മീറ്റിങ്ങിൻ്റെ ഒരു പ്രത്യേകത തന്നെ കടന്നു വന്നിരിക്കുന്ന ആളുകളുമായി വളരെ വ്യക്തിപരമായ അവരുടെ വിഷയങ്ങൾ പ്രാർത്ഥിക്കുകയും അപ്പോൾ തന്നെ ആഴമായ ദൈവിക സന്ദേശങ്ങൾ പല ദൈവദാസന്മാർ അറിയിക്കുകയും ചെയ്യുന്നതാണ്. അതൊക്കെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. മധ്യസ്ഥ പ്രാർത്ഥന നമ്മൾ സാധാരണ ട്യൂസ്ഡേയ്സ് നടക്കുന്ന സഹോദരിമാരുടെ സെഷന് ഹാൻഡിൽ ചെയ്യുന്നത് സുജിയാൻ്റെയും ബാക്കി ദിവസങ്ങളും നമ്മുടെ അനുവുമാണ്. ഓരോരുത്തരുടെയും പേര് പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ തന്നെ ദൈവദാസൻ പ്രിയ ബിജോയ് പാസ്റ്റർ എല്ലാ ദിവസവും സന്ദേശത്തിന് മുമ്പ് ഒരു പ്രൊഫറ്റിക് സെഷൻ പോലെ ദൈവദാസൻ എടുക്കുന്നുണ്ട്. സോ അതൊന്നും നിങ്ങൾക്ക് മിസ്സാകാൻ ഇടയാകില്ല. ഗ്രൂപ്പിൻ്റെ ഭാഗമാകുക. എല്ലാ മീറ്റിങ്ങുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ്സ് അവിടെ ലഭിക്കും. പ്രൊഫറ്റിക് സെഷനുകൾ നമുക്ക് പുറത്ത് സ്ട്രീം ചെയ്യാൻ സാധ്യമല്ല. അത് പങ്കെടുക്കുന്നവരുടെ സ്വകാര്യത കൂടെ മാനിച്ചാണ് എന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മൾ സന്ദേശത്തിലേക്ക് കടക്കുകയാണ്. സ്തോത്രം. നമ്മളിന്ന് ചിന്തിക്കാൻ പോകും യേശുക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചു വരുന്നത്. ഇന്നലെ 17ാമത്തെ അത്ഭുതം നമ്മൾ ചിന്തിച്ചു. ഇന്ന് 18ാമത്തെ അത്ഭുതം ചിന്തിക്കുകയാണ്. അതിന് ആധാരമായി മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 32, 33, 34 വാക്യങ്ങൾ സുജയാൻ്റി ശബ്ദമുയർത്തി വായിച്ചു തരും. എല്ലാവരും ക്യാമറ ഓൺ ചെയ്യാനുള്ള എല്ലാവരും ക്യാമറ ഓൺ ചെയ്യുക. 100ഓളം സഹോദരങ്ങൾ ഈ മീറ്റിങ്ങിൽ ജോയിൻ ആയിട്ടുണ്ട്. ബാക്കിയുള്ളവരും കൂടെ വേഗത്തിൽ ജോയിൻ ചെയ്യുമെന്ന് മനസ്സിലാക്കുന്നു. സോ വേഗത്തിൽ ക്യാമറ ഓൺ ചെയ്യാൻ കഴിയുന്നു. അവർ പോകുമ്പോൾ ചില ഭൂതഗ്രസ്തനായ ഊമനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ ഭൂതത്തെ പുറത്താക്കിയ ശേഷം ഊമൻ സംസാരിച്ചു. ഇസ്രായേലിൽ ഇങ്ങനെ ഒരു നാളും കണ്ടിട്ടില്ല എന്ന് പുരുഷാരും അതിശയിച്ചു. പരീക്ഷന്മാരോ മതി ശ്രദ്ധിച്ചേ. 32 മുതൽ 34 വരെയുള്ള വാക്യങ്ങളിൽ ദുരാത്മാവിനാൽ ഊമനാക്കപ്പെട്ട ഒരു വ്യക്തിയെക്കുറിച്ചാണ് നാം ഇവിടെ വായിക്കാൻ കഴിയുന്നത്. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ഇതിനു മുമ്പ് നാം പല സന്ദർഭങ്ങളിലും വായിക്കുമ്പോൾ ദുരാത്മാവിനാൽ രോഗബാധിതനെന്ന് അധികം സ്ഥലങ്ങളിൽ പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല, അല്ലേ? ചില സ്ഥലങ്ങളിൽ അങ്ങനെ പറയുന്നുണ്ട് താനും. അധിക സ്ഥലങ്ങളിലും അങ്ങനെ പറയാറില്ല. ഒരിടത്ത് രോഗാത്മാവിനെ ശാസിച്ചു എന്നുണ്ട്.
ഓക്കെ, ആ ഭാഗമൊക്കെ നമ്മൾ പുറകാലി എടുക്കുമല്ലോ. അത്ഭുതങ്ങൾ ഓരോന്ന് പഠിച്ചു വരികയാണല്ലോ. നിങ്ങളിൽ പലരും വളരെ സീരിയസ് ആയിട്ട് നോട്ട് ചെയ്യുന്നവരുണ്ടെന്ന് എനിക്കറിയാം. അത് ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പലരും എനിക്ക് ഈ ഓരോ ദിവസത്തെ ക്ലാസ് കഴിയുമ്പോഴും എനിക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട്, പാസ്റ്ററെ ആ 3-ാമത്തെ പോയിൻറ്റിന് പാസ്റ്റർ പറഞ്ഞ എക്സ്പ്ലനേഷൻ എനിക്ക് കിട്ടിയില്ല, ഒന്ന് പറയണേ. അങ്ങനെയൊക്കെ ഉള്ളവരെ കാണുമ്പോൾ ഒത്തിരി സന്തോഷം. നിങ്ങൾ എടുക്കുന്ന ഇനിഷ്യേറ്റീവ് കർത്താവ് നിങ്ങളെ മാനിക്കും. സ്തോത്രം. പിന്നെ ക്യാമറ ഓൺ ചെയ്യാത്തവരെ കാണുമ്പോഴാണ് ഒരു ചെറിയ സങ്കടം. സ്തോത്രം. നിങ്ങളുടെ മുഖം കാണുമ്പോൾ ഞങ്ങൾക്ക് സംസാരിക്കാൻ തോന്നണം. പ്രൈസ് ദി ലോർഡ്. എന്നാലും ക്യാമറ ഓൺ ചെയ്തവരെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഓക്കെ, മുമ്പിലോട്ട് വരാം. ശ്രദ്ധിച്ചേ, ഇവിടെ എഴുതിയേക്കുന്നൊരു പദം പിശാചിനാൽ ഊമനാക്കപ്പെട്ടവൻ. ഞാൻ നിങ്ങോട്ട് കാര്യം പറയാം. പിശാച് എല്ലായ്പ്പോഴും നിൻ്റെ ജീവനെ മൊത്തം തകർക്കണമെന്നില്ല. ഒന്നുകൂടെ പറയാം, നിൻ്റെ ജീവനെ തന്നെ തകർക്കണമെന്നില്ല. ചില സമയങ്ങളിൽ അവൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ശബ്ദത്തെ ഇല്ലാതാക്കും. സൈലൻസ് യുവർ വോയിസ് എന്ന് പറഞ്ഞതിന് പല സന്ദർഭങ്ങളിലും അർത്ഥമുണ്ട്. രണ്ടർത്ഥം ഞാൻ പറയാം. സംസാര സ്വാതന്ത്ര്യം ദൈവത്തിൻ്റെ ഗിഫ്റ്റാണ്. ഒരു ഹല്ലേലൂയ പറയാമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സംസാര സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്തുന്ന ചില തലങ്ങൾ. സ്തോത്രം. മാനുഷികമായി നമ്മൾ ചിന്തിക്കുമ്പോൾ പലയിടങ്ങളിലും സംസാര സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്തുന്നവരുണ്ടല്ലേ. എനിക്കിഷ്ടമില്ലാത്തത് നീ പറയണ്ട എന്ന ചിന്ത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇവിടെ ഞാൻ പറയുന്നതേ നടക്കൂ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? പ്രൈസ് ദി ലോർഡ്. അപ്പം നമ്മൾ ഈ സംസാര സ്വാതന്ത്ര്യത്തെ ജനാധിപത്യ മര്യാദയായിട്ടാണ് കാണുന്നത്. പക്ഷെ ഞാൻ നിങ്ങോട്ടൊരു കാര്യം പറയാം. ന്യായമായ സ്വാതന്ത്ര്യം ദൈവസന്നിധിയിലുണ്ട്. നിനക്കവിടെ പറയാൻ പറ്റുന്നത് എന്തും പറയാനുള്ളൊരു സ്വാതന്ത്ര്യം സ്വർഗം നിനക്ക് തരുന്നുണ്ട്. ഒരു ഹല്ലേലൂയ എത്ര പേര് പറയും? ഇതൊക്കെ ഇരിക്കുമ്പോഴും ഞാൻ പരിശുദ്ധാത്മാവിൽ മറ്റൊരു പദം പറയാം. നിൻ്റെ സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്തുന്ന, നിൻ്റെ ശബ്ദത്തെ അടിച്ചമർത്തുന്ന ചില പൈശാചിക തലങ്ങൾ നിനക്ക് ചുറ്റും ഉള്ളപ്പോൾ ഹല്ലേലൂയ ദൈവാത്മാവ് ശക്തമായിട്ട് ആ ദൂത് കൈമാറുന്നു. അതിൻ്റെ പിറകിൽ ചലിക്കുന്ന പൈശാചിക ശക്തികളെ സ്വർഗം ഹാൻഡിൽ ചെയ്യും. നിന്നെ വല്ലാതെ പിടിച്ച് മുറുക്കി വച്ചിരിക്കുന്ന റഖമാസിഖേനിയാതന്. ഞാനിത് പറയുമ്പോൾ ഉണ്ടല്ലോ, ദൈവാത്മാവ് ശക്തമായിട്ട് പറയുന്നു, നിൻ്റെ നാവ് ദൈവത്താൽ ചലിക്കപ്പെടേണ്ടതാണ്. നിൻ്റെ ശബ്ദം ദൈവത്താൽ ചലിക്കപ്പെടേണ്ടതാണ്. നിൻ്റെ നാവ് കൊണ്ട് നീ പറയുന്നത് പ്രവചനമാണെന്ന് അറിയാവുന്ന പിശാച്. അവിടെ കിടക്കുന്ന ആ വ്യക്തിയെക്കുറിച്ചല്ല ഞാൻ സ്പിരിച്വലി എൻ്റെ മുമ്പിൽ ജോയിൻ ചെയ്തിരിക്കുന്ന 100-ലധികമുള്ള സൂം കുടുംബങ്ങളോടാണ് ഞാൻ സംസാരിക്കുന്നത്. സ്തോത്രം. നിങ്ങളോട് ഞാൻ പരിശുദ്ധാത്മാവിൽ പറയുന്നു, നീ എടുത്ത് പറയാൻ പോകുന്ന പലതും ദൈവശബ്ദമാണെന്നറിഞ്ഞ്, ഐ റിപ്പീറ്റ്, ദൈവശബ്ദമാണെന്നറിഞ്ഞ് ഓറാലാമഖേസിയാധന നിൻ്റെ ശബ്ദത്തെ അടിച്ചമർത്താൻ ആമൻ വ്യാപരിക്കുന്ന തലങ്ങൾക്കകത്ത് ഇന്ന് പ്രഭാതത്തിൽ എൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ഈ ഡെയിലി മോർണിംഗ് പ്രയറിനകത്ത് പരിശുദ്ധാത്മാവ് ചിലതിനോട് വ്യക്തമായി സംസാരിക്കുന്നു. ആ തലങ്ങളെ ഞാൻ ഹാൻഡിൽ ചെയ്യും. ഒരു ഹല്ലേലൂയ എത്ര പേര് പറയും? ദൈവാത്മാവ് അത് ചിലതിനെ ഹാൻഡിൽ ചെയ്യാൻ ഉദ്ദേശിക്കുക. റാൽമനഹ സഖാമനഹ ധനഘടകസിയ. യേശുവിൻ്റെ നാമത്തിൽ എത്ര പേർക്കത് മനസ്സിലാകുന്നുണ്ട്? ചിലതിൻ്റെ ശബ്ദം ദൈവാത്മാവ് അടുത്തൊരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുകയാണ് എന്ന് പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുന്നു യേശുവിൻ്റെ നാമത്തിൽ. അബിയ സിസ്റ്ററെ, പരിശുദ്ധാത്മാവ് ഇങ്ങനൊരു പദം ശക്തമായിട്ട് ഇടപെടുന്നു. ഷധാന ജഗൽഖമാന ഹർത്തുന ഷഖേനിയ റംധൽഖമനഘടകസിയ ഹംധന വൈഡൽ ഖമനഘടക ജനാധനഘടക സധുനിയാധനഘടകസിയ. ഒരു നിമിഷം സഹോദരങ്ങളെ, ഞാൻ ഓക്കെ, നമ്മളിത് ഓൺലൈനിൽ കൂടെ പോകുന്നതുകൊണ്ട് പുറത്തോട്ട് കേൾക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഓക്കെ, അബിയ സിസ്റ്ററെ, ദൈവാത്മാവ് എന്നോട് ഇപ്രകാരം ഒരു ദൂത് ഇടപെടുന്നു.
നിൻ്റെ ശബ്ദം ലോകം കേൾക്കാൻ പോകുന്നു എന്ന് ദൈവാത്മാവ് ഇടപെടുന്നു. നിൻ്റെ ശബ്ദം ലോകം കേൾക്കാൻ പോകുന്നെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. ശഖനഹതിയ, നീ ഈ പദം എഴുതി വെച്ചു. നീ ഇപ്പോൾ ആയിരിക്കുന്ന ദേശം, സ്ഥലം ഒക്കെ എനിക്കറിയാം. ദൈവാത്മാവ് ഇടപെടുന്നു. ആ മേഖലയ്ക്കകത്തുനിന്ന് ഭയങ്കരമായിട്ട് പരിശുദ്ധാത്മാവ് നിന്നെ പൊക്കിയെടുത്തിട്ട് അർദ്ധമാന റിഖമാന ഷെഖേറെ ഠേനിയാതന, നിൻ്റെ ശബ്ദത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ ഒരു സമാധാനം വെളിപ്പെടുന്നു, ഒരു ശാലവും വെളിപ്പെടുന്നു എന്നാത്മാവ് ഇടപെടുന്നു. അത് ആത്മമണ്ഡലത്തിൽ മാത്രമല്ല, ഷഖേനിയാതന, അത് ആത്മമണ്ഡലത്തിൽ മാത്രമല്ല, നീ പഠിച്ച, ഒന്നുകൂടെ പറഞ്ഞാൽ നീ അത് ചെയ്യുന്ന നിൻ്റെ ഫീൽഡുമായി ബന്ധപ്പെട്ട് പോലും ദൈവാത്മാവ് ഇടപെടുന്നു. നിൻ്റെ ശബ്ദത്തിന് ഭയങ്കര പ്രാധാന്യം വരുന്നത് പോലെ, ചിലതിനെ പഠിപ്പിക്കുന്നത് പോലെ, റാൽമന ഹസേഖേനിയാദന ഹസിയ, നിൻ്റെ വാക്കുകൾക്ക് ഭയങ്കരമായ ആളുകൾ ചെവി തരുന്ന ഒരു തലത്തെ പരിശുദ്ധാത്മാവ് കൈമാറുന്നു. പ്രാർത്ഥിച്ചോളാൻ ദൈവാത്മാവ് ദൂത് പറയുന്നു. രാജ്യങ്ങളുടെ ഒരു അധികാരം ആത്മാവ് കൈമാറുന്നു. റിനി സിസ്റ്ററെ, പരിശുദ്ധാത്മാവ് ഇങ്ങനൊരു പദം എന്നോട് പറയാൻ ഇടപെടുന്നു. ചരിതനം വടകാധനകസിയ ധൽഖമനിയാതന. ദാവീദ് ഗോലിയാത്തിനെ കൊല്ലാൻ വേണ്ടിയല്ല, ആമേൻ സ്തോത്രം, അതേ ഏലാം താഴ്വരയിലേക്ക് പോയത്. ഒരു ക്വയറ്റ് പേഴ്സണൽ ട്രിപ്പായിരുന്നു, ഫാമിലി മെമ്പേഴ്സിനെ കാണാനുള്ള ട്രിപ്പായിരുന്നു. പക്ഷേ ആ യാത്രയ്ക്കകത്ത് അതേ രബനഹസി ഖനിയാതന, അവൻ്റെ മേൽ പകർന്നിരുന്ന ഈ അഭിഷേകം റിവീലായപ്പോൾ അവൻ ആരെന്ന് ലോകം അറിഞ്ഞതുപോലെ ദൈവാത്മാവ് ഇടപെടുന്നു. ചിലപ്പോൾ ഒരു ഒഫീഷ്യൽ മീറ്റിംഗ് ആയിരിക്കാം, ഒഫീഷ്യൽ ട്രിപ്പായിരിക്കാം, പേഴ്സണൽ ട്രിപ്പായിരിക്കാം. എന്നാൽ പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. നിൻ്റെ നാവിൻ്റെ മേലുള്ള അധികാരം എന്തെന്ന് നിനക്ക് ചുറ്റുമുള്ളവർ അറിയുന്നത് പോലെ നിൻ്റെ നാവിൻ്റെ മേലൊരു അഭിഷേകം ചലിക്കും. പ്രാവചനിക മേഖലയ്ക്കകത്തേക്ക് ഓടി കയറുന്നതുപോലെ അസാധാരണമായ ഒരു തലം. എന്നോട് ആത്മാവ് ഒരു ദൂതും കൂടെ പറയുന്നു. എനിക്ക് സാഹചര്യം പലതും അറിയാമല്ലോ. ഒരു ദൂത് കൂടെ പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് ഇടപെടുന്നു. അർദ്ധമാ റിഗൽഖമാന ഹസ ധനേഷിയാധന അതൽഖമന ഘടകസിയ, വിശ്വാസികളല്ലാത്ത, വിശ്വാസ സമൂഹമല്ലാത്ത ചിലത്, ഒന്നുകൂടെ പർട്ടിക്കുലറായിട്ട് പറഞ്ഞാൽ ഹിന്ദി ഭാഷ സംസാരിക്കുന്ന ചിലത്, ഉയർന്ന ഡെസിഗ്നേഷനുകളിലിരിക്കുന്നത് പോലെ, ഒരു പക്ഷേ നീ ബഹുമാനത്തോടെ നോക്കിയ ചിലത് നിൻ്റെ മുമ്പിൽ പ്രാർത്ഥനയ്ക്ക് മുട്ടുകുത്തുന്നത് പോലെയുള്ള ഒരു തലം, അവരുടെ വീടുകൾ ഞാൻ നിൻ്റെ മുമ്പിൽ തുറന്നു തരാൻ പോകുന്നെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു. റമനഹസിയ, ഞാൻ നമ്മുടെ ജുമേറയ്ക്ക് പോകുന്ന വഴി ഒത്തിരി ഈ 50 കിലോമീറ്റർ സ്പീഡ്, 60 കിലോമീറ്റർ സ്പീഡ് എന്നൊക്കെ പറഞ്ഞാൽ സ്പീഡ് ലിമിറ്റ് കുറഞ്ഞ ആ ഒരു ഏരിയ ഉണ്ടല്ലോ, ആ ഏരിയയൊക്കെ ഇങ്ങനെ വ്യക്തമായിട്ട് കാണുന്നു. എനിക്കറിയത്തില്ല ഇതെന്തെന്ന്. പരിശുദ്ധാത്മാവ് ആ ദൂതന് ആമേൻ പറഞ്ഞോളാൻ ദൈവാത്മാവ് ഇടപെടുന്നു. കരമുയർത്തി ഒരു ഹാലേലൂയ പറയാൻ പറ്റുമെങ്കിൽ, താങ്ക് യു ജീസസ്. യൂട്യൂബിൽ ഇത് കാണാൻ സാധ്യതയുള്ള സഹോദരങ്ങൾ ദയവായി ഇടയ്ക്ക് ഞങ്ങളിങ്ങനെ കട്ട് ചെയ്യുന്നത് ക്ഷമിക്കണം. ഞങ്ങളുടെ ഓൺലൈൻ മീറ്റിങ്ങിൻ്റെ ഒരു രീതി ഇതാണ്. പ്രാവചനിക തലങ്ങൾ വരുമ്പോൾ ഒരു മറ്റൊരു ആക്ടിവിറ്റിയും ഞങ്ങളുടെ ആ സൂം മീറ്റിങ്ങിൻ്റെ ആ വൈബും അതിൻ്റെ ആ മൊമെൻറ്റും ഇല്ലാതാക്കാൻ ആഗ്രഹിക്കാത്തത് കൊണ്ടാണ് ഇടയ്ക്ക് കട്ടാക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ഓക്കെ, അപ്പോൾ ഈ സംസാരം, അതിനെ ഞാൻ ഫീലിങ്സ് എന്ന് പറയട്ടെ. ഫീലിങ്സ്, ഈ പിശാച് എപ്പോഴും നിന്നെ കംപ്ലീറ്റ് തകർക്കണമെന്നില്ല, പകരം നിൻ്റെ ഫീലിങ്സിനെ തകർത്താൽ മതി. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ, സംസാരിക്കാൻ പറ്റാതെ വരുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രയാസം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു ഭവനത്തിൽ ചെന്നപ്പോൾ, ഞാൻ പേര് പറയുന്നില്ല, അവിടുത്തെ കുഞ്ഞ് സംസാരിച്ച് വരുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പം കുഞ്ഞിന് ഒത്തിരി കാര്യം എക്സ്പ്രസ് ചെയ്യണമെന്നുണ്ട്. പക്ഷേ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ ഒരു സ്ട്രഗിളുണ്ട് അല്ലേ? ഓക്കെ, അതുപോലെ ഈ വേണ്ടതുപോലെ ഈ പ്രതിഫലിപ്പിക്കാൻ കഴിയാതെ വരുമ്പോൾ ഉണ്ടാകുന്ന സ്ട്രഗിൾ നമുക്കറിയാം അല്ലേ? പിശാച് എപ്പോഴും നിൻ്റെ ജീവിതത്തെ മൊത്തം നശിപ്പിക്കണമെന്നില്ല. പകരം പിശാച് ചിലപ്പോൾ ചെയ്യുന്നത് എന്തെന്നറിയാമോ? നിൻ്റെ സ്തോത്രം
ഈ ചിന്തകളെ ഇല്ലാതാക്കിക്കളയും. ഒന്ന് പറഞ്ഞേ, ചിന്തകളെ ഇല്ലാതാക്കിക്കളയും യേശുവിൻ്റെ നാമത്തിൽ. നിൻ്റെ എക്സ്പ്രഷനെ ഇല്ലാതാക്കിക്കളയും. നിന്നെ ഇമോഷണലി തകർത്ത് കളയും. നിൻ്റെ തോട്ട്സിനെ തകർത്ത് കളയും. പിശാചിൻ്റെ അറ്റാക്കിംഗ് ലെവലെല്ലാം ഒരുപോലല്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഇപ്പം ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവാത്മാവ് ശക്തമായിട്ടൊരു ദൂത് കൈമാറുന്നു. ചിലതിനെ കുറേ നാളായിട്ട് വൈകാരികമായി സ്ട്രഗിൾ ചെയ്യിപ്പിച്ച് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന എൻ്റെ ശബ്ദം കേൾക്കുവാൻ സാധ്യതയുള്ളവരോടും കേട്ടുകൊണ്ടിരിക്കുന്നവരോടും പരിശുദ്ധാത്മാവിൽ ഇടപെടും. നിന്നെ വൈകാരികമായി ബ്രേക്ക് ചെയ്യാൻ പിശാച് കുറേ നാളായി ശ്രമിക്കുന്ന ആ മേഖലകളെ ആത്മാവ് പൊളിക്കും. കമോൺ, വായ്കളെ തുറന്ന് റഥമഖാസ ഷഖറ ഠാന ഹസീഖ മാനിയാം ധനഘടകസിയാം ധനാദിയ. നമ്മുടെ സുനിത സിസ്റ്റർ ടൈപ്പ് ചെയ്തിട്ടതുപോലെ തന്നെ ആമേൻ. നിൻ്റെ ചില ബാറ്റിലുകൾ എൻഡ് ചെയ്യാൻ പോവുക യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. നിങ്ങൾ ഇമോഷണൽ ഫൈറ്റുകൾ കർത്താവ് എൻഡ് ചെയ്യിപ്പിക്കാൻ പോവുക. ഒരു ഹല്ലേലൂയ പറഞ്ഞോണേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ, ആമേൻ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. ഹുഡര ജമാധന റംധൽ ഖമനഹസിയ ധനഘടക ധുരാജനഘടകസിയ ഷാറ ഖാസിയാതന. ചില ഇമോഷണൽ ബാറ്റിലുകൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ നിൽക്കട്ടെ. നിങ്ങൾ എത്ര പേർ അനുഭവിക്കുന്നവരുണ്ട്. ചിലതൊക്കെ ഉള്ളിലൊതുക്കി പുറത്തോട്ട് ഒന്ന് ലീവ് ചെയ്യാൻ കഴിയാതെ ചിലതിനെ പിടിച്ചുള്ളിലൊതുക്കുന്ന തലങ്ങൾ. ജഗരമനഘടക റമന്ധനഘടക സധുനഹസിയാതന. അതനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ഒരു നിമിഷം ഒന്ന് ആമേൻ പറഞ്ഞ് സ്തോത്രം ചെയ്തോ. ദൈവാത്മാവ് ഇടപെടും നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ. പലതിനെയും ഉള്ളിലൊതുക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾക്കകത്ത് വല്ലാതെ ഭാരപ്പെടുന്നതിനോട് പരിശുദ്ധാത്മാവിൽ ഇന്നു പകലിൽ ഞാൻ ദൂത് കൈമാറുന്നു. അതിനെ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കും. കമോൺ യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ, സ്തോത്രം. The enemy doesn't always destroy you. Sometimes he just keeps you silent. Amen. So, രണ്ടാമത്തെ ചിന്ത. സമയം മുമ്പോട്ട് പോകുന്നല്ലോ. എല്ലാ പ്രശ്നങ്ങളും ശാരീരികമല്ല. എല്ലാ പ്രശ്നങ്ങളും എന്തല്ല? ശാരീരികളല്ല. ഒന്നുകൂടെ പറഞ്ഞാൽ, വാട്ട് ലുക്സ് ലൈക്ക് എ നാച്ചുറൽ ലിമിറ്റേഷൻ മേ ഹാവ് എ ഡീപ്പർ സ്പിരിച്വൽ റൂട്ട്. നീ ഇപ്പോൾ കാണുന്ന പല ശാരീരിക പരിമിതികളുടെയും പുറകിൽ ഞാനും നീയും പോലും അറിയാത്ത ചില പൈശാചിക റൂട്ടുകൾ കാണാം. ഒരു ഹല്ലേലൂയ പറയാൻ പറ്റുമോ? യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. ഞാനിപ്പോൾ അങ്ങനെ പറയുന്നു. നമ്മൾ നോക്കുമ്പോൾ ചിലത് ശാരീരിക പ്രശ്നങ്ങളാണ്. നമ്മൾ നോക്കുമ്പോൾ ചില ഭൗതിക പ്രശ്നങ്ങളാണ്. നമ്മൾ നോക്കുമ്പോൾ മറ്റു ചിലതുമാണ്. പക്ഷേ അതിൻ്റെ പിറകിൽ വ്യാപരിക്കുന്ന ചില പൈശാചിക റൂട്ടുകളുണ്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. സംസാരിക്കാൻ കഴിവില്ലാത്തവൻ ഊമനാണ് എന്നാണ് നാം കാണുന്നത്. അതിൻ്റെ ഒരു ശാരീരിക പരിമിതിയാണ്. പക്ഷെ നീ അറിയുന്നുണ്ടോ? നീ പോലും അറിയാതെ നിന്റെ ശാരീരിക പരിമിതികളുടെ പിറകിൽ ഒരു പക്ഷേ പൈശാചിക റൂട്ട് കണ്ടെന്ന് വരാം. യേശുവിൻ്റെ നാമത്തിൽ. ഇപ്പോൾ നമുക്ക് ഇന്നലെ വ്യാഴാഴ്ചയായിരുന്നു, മിനിഞ്ഞാന്ന് നമ്മൾ രോഗികൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന ദിവസം അല്ലേ? പക്ഷെ ഇന്ന് നിയോഗത്താൽ ഞാൻ പറയുന്നു, പൈശാചികമായ സ്വാധീനത്തിൻ്റെ പുറകിൽ ആരെങ്കിലുമൊക്കെ രോഗത്താൽ ഭാരപ്പെടുന്നവർ ഈ സൂം മീറ്റിങ്ങിലുണ്ടെങ്കിൽ, ഞങ്ങളുടെ ഈ ശബ്ദം കേൾക്കുന്നവരുണ്ടെങ്കിൽ, സഹോദരങ്ങളെ, നമ്മുടെ ഈ സൂം മീറ്റിങ്ങിൽ എത്ര രോഗസൗഖ്യം നമ്മൾ കണ്ടിട്ടുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ സ്തോത്രം. ഞാൻ ഇന്നലെ നടന്നൊരു അത്ഭുതം പറയാം. ചില ദിവസങ്ങൾക്ക് മുമ്പ് ദൈവാത്മാവ് സംസാരിച്ചു, നിൻ്റെ ക്ലൈമാക്സിനെ ഞാൻ മാറ്റി എഴുതുക. നമ്മുടെ
രക്തസ്രാവക്കാരി സ്ത്രീയുടെ വിഷയം പറഞ്ഞപ്പോൾ ഇന്നലെ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, അതിൻ്റെ അകത്ത് ഒരു ഭാഗം കട്ട് ചെയ്ത് കുറേ പേരെ അവർക്ക് അയച്ചു കൊടുക്കാൻ പറഞ്ഞു. അതിങ്ങനെയാണ്, അതിൻ്റെ മാനേജർമാർ പറഞ്ഞ വാക്കുകളല്ല അവസാനത്തെ വാക്ക്. നമ്മുടെ സഹോദരങ്ങൾക്ക് പലർക്കും, പ്രത്യേകിച്ച് എൻ്റെ ചർച്ചുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് പ്രത്യേകത അറിയാം, ഞാൻ അവർക്ക് അയച്ചു കൊടുത്തു. സ്തോത്രം. അതല്ല അവസാന വാക്ക്. അവർ പറഞ്ഞ സാലറി കട്ട് ഓഫ്, അതിനെ ഞങ്ങൾ ക്യാൻസൽ ചെയ്യുമെന്ന് പറഞ്ഞു. സുജാൻ്റിയൊക്കെ കിട്ടിയില്ലായിരുന്നു ആൻറ്റി, നമ്മുടെ ആൾക്കാർക്കെല്ലാം കിട്ടി, നമ്മുടെ ചർച്ചിലുള്ളവർക്ക്, പിന്നെ വേറെ കുറച്ച് പേർക്ക് പ്രത്യേകം. സംഭവിച്ചു കേൾക്കണോ, ഓൾറെഡി 50% കട്ട് ഓഫ് സൈൻ ചെയ്യിപ്പിച്ച ഒരാൾ എൻ്റെ ചർച്ചിലെ മെമ്പറാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ അനുവാദം ഇല്ലാത്തതുകൊണ്ട് പേര് പറയുന്നില്ല. ഒരാൾ സാലറി കട്ട് ഓഫ് സൈൻ ചെയ്യിപ്പിച്ച ഒരാൾ ഇന്നലെ കമ്പനി ഒരു മെയിൽ തിരിച്ചയച്ചു, യുവർ നെയിം ഈസ് എക്സംപ്റ്റഡ്, നിനക്ക് കട്ട് ഓഫ് ഇല്ല. ഇതൊക്കെ കൊണ്ടോ നിങ്ങൾ, നിനക്ക് കട്ട് ഓഫ് ഇല്ല, നിനക്ക് ഫുൾ സാലറി. ഹല്ലേലൂയ, യേശുവിൻ്റെ നാമത്തിൽ. ഇപ്പോൾ ആ വിശ്വാസത്തോടെ ഇന്ന് പകലിൽ ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു, ഇതിനകത്ത് കർത്താവേ, ആരെങ്കിലും ഒരാൾ 120ഓളം കുടുംബങ്ങൾ, ഇപ്പോൾ 110-ലധികം കുടുംബങ്ങൾ ഇപ്പോൾ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നല്ലോ. നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ ഇവരുടെ ആരുടെയെങ്കിലും ശാരീരിക പ്രതിസന്ധി പൈശാചിക തലങ്ങളുമായി റൂട്ടഡ് ആണെങ്കിൽ, നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ ജനം ഒരുമിച്ച് വായികളെ തുറന്ന് ഒന്ന് പ്രാർത്ഥിച്ചേ. സ്തോത്രം. ആരാ കോഹോസ്റ്റ്? അനുവാണോ? അത് ഞാൻ ചെയ്യാം. ഒന്ന് ഇത് ചെയ്യാമോ? എല്ലാവർക്കും ഒന്ന് അൺമ്യൂട്ട് ചെയ്യാൻ അവസരം കൊടുക്കാം. ഒരു 2 സെക്കൻഡ് 2 മിനിറ്റ് ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ശബ്ദം എല്ലാവരും ഉയർത്തി, എല്ലാവരും മോനെ മ്യൂട്ട് ചെയ്യാനല്ലടാ, അൺമ്യൂട്ട് ചെയ്യാനാ, ഞാൻ കൊടുക്കാം. ഓക്കെ, എല്ലാവരും ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് എല്ലാവരും 1 നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചേ. ജീസസ്, എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ. ഒരു വലിയ രോഗസൗഖ്യം ചലിക്കട്ടെ. ഞങ്ങൾ ഇത്രയും പേർ 120-അടുത്ത് ഇത്രയും പേർ ഞങ്ങൾ ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുമ്പോൾ ഒരു വലിയ രോഗസൗഖ്യം ഉണ്ടാകട്ടെ, വലിയൊരു രോഗസൗഖ്യം ഉണ്ടാകട്ടെ. പൈശാചിക റൂട്ടുകൾ ഉണ്ടാക്കിയെടുത്ത എല്ലാ രോഗബന്ധനങ്ങളും യേശുവേ ഞങ്ങൾ അങ്ങയിൽ വിശ്വസിക്കുന്നു. ഞങ്ങൾക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ദൈവ സാന്നിധ്യം അവിടെ ചലിക്കണമേ. ഇതിനകത്ത് ആരൊക്കെ അങ്ങനെ ഭാരം അനുഭവിക്കുന്നു? ദുരാത്മാവിനാൽ ഊമനായ ഒരുവന് വേണ്ടി സ്വർഗം ഇറങ്ങി പ്രവർത്തിച്ചെങ്കിൽ ഇപ്പോൾ ആ ദൈവപ്രവൃത്തി ഉണ്ടാകട്ടെ. ഇപ്പോൾ ആ ദൈവപ്രവൃത്തി ചലിക്കട്ടെ. ഇപ്പോൾ ആ ദൈവിക പദ്ധതി ഞങ്ങളുടെ ആളുകൾക്കിടയിലും ഞങ്ങളുടെ സഹോദരങ്ങൾക്കിടയിലും വ്യത്യസ്ത രാജ്യങ്ങൾക്കകത്ത് നിന്ന്, വ്യത്യസ്ത ടൈം സോണിനകത്ത് നിന്ന് ഇപ്പോൾ ഇതിനകത്തുള്ള ഇത്രയും പേരുടെ മേൽ ആത്മാവിന്റെ കരം ചലിക്കട്ടെ. രോഗികൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ.
യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നു. ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നു. അപ്പാ, സൗഖ്യമാക്കാൻ അവിടുത്തെ കരം ഇന്നും ചലിക്കും. സൗഖ്യമാക്കാൻ അവിടുത്തെ കരം ഇന്നും ചലിക്കും. ഞങ്ങൾ വിശ്വാസത്തോടെ അങ്ങനെ പ്രാർത്ഥിക്കുന്നു. ഇതിനകത്ത് രോഗത്താൽ ഭാരപ്പെടുന്നവർ സൗഖ്യമാകട്ടെ. ആമേൻ. വിശ്വാസത്തോടെ ആമേൻ പറയുക. സ്തോത്രം. മൂന്നാമത്തെ ചിന്ത, അവിടെ once the demon was cast out, the man spoke immediately. The man spoke immediately. When bondages breaks, your voice returns. എന്ന് പറഞ്ഞാൽ, ഏത് മേഖലയിലാണോ പിശാച് കെട്ടിയെ, അതിനെ കർത്താവ് പൊട്ടിച്ചപ്പോൾ ഇമ്മീഡിയറ്റ്, ക്ഷണത്തിൽ അവൻ ആ മേഖലകൾക്കകത്ത് കയറി വന്നു. അവൻ ഇനിയും ഊമനല്ല. ഒന്ന് പറഞ്ഞേ, അവൻ ഇനിയും ഊമനല്ല. ഒറ്റ ദൈവപ്രവൃത്തി, അവൻ്റെ ID മാറ്റി. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഒറ്റ ദൈവപ്രവൃത്തി, അവൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് മാറി. എൻ്റെ കർത്താവ് വിചാരിച്ചാൽ ഒറ്റ സെക്കൻഡ് കൊണ്ട് നിൻ്റെ ID മാറ്റാൻ പറ്റും. നീ ഇനി ഊമനല്ല. നിന്നെ ഇന്ന് വരെ ഊമനെന്ന് വിചാരിച്ചവൻ്റെ മുമ്പിൽ നീ സംസാരിക്കുന്നവനായി മാറും. ഇന്നലെ വരെ നിനക്ക് എന്തൊക്കെ ഇല്ലായിരുന്നോ, ശബ്ദമായിരുന്നോ ഇല്ലാതിരുന്നേ, അവനിപ്പോൾ ശബ്ദിക്കുന്നവനായി മാറി. ഹല്ലേലൂയ. യേശുവാണ് എൻ്റെ ID മാറ്റിയെന്ന് ഉറപ്പുള്ളവരുണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറയണം. പ്രസംഗിക്കുന്ന എനിക്ക് പറയാനുള്ളത് അതാണ്. എൻ്റെ ID മാറ്റിയത്, എൻ്റെ വ്യക്തിത്വത്തെ മാറ്റിയത്, എൻ്റെ അവസ്ഥകളെ മാറ്റിയത് യേശുവാണ്. യേശുവല്ലാതെ മറ്റാരും എൻ്റെ അവസ്ഥകളെ മാറ്റിയിട്ടില്ല. യേശുവല്ലാതെ മറ്റാരും എൻ്റെ സാഹചര്യങ്ങളെ മാറ്റിയിട്ടില്ല. ഇന്ന് പകലിൽ വിശ്വാസത്തോടൊന്ന് പറഞ്ഞേ, എൻ്റെ യേശു എൻ്റെ സാഹചര്യങ്ങളെ മാറ്റും. ഒറ്റ പ്രാർത്ഥന. ആമേൻ. സ്തോത്രം. യേശു ഒന്ന് തൊട്ടാൽ, യേശു ഒന്ന് പറഞ്ഞാൽ, യേശു ഒന്ന് സംസാരിച്ചാൽ, യേശു ഒന്ന് നോക്കിയാൽ നിൻ്റെ ID മാറും. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ രണ്ട് ചിന്തകളിലും കൂടെ ഒറ്റ വാക്കി പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാം. നാലാമത്തെ ചിന്ത, ഒറ്റ അത്ഭുതം, ജനത്തിൽ 2 കൂട്ടമായി. അല്ലെങ്കിലും ഞാൻ നിങ്ങളോട് പറയാം, നമ്മൾ ഗുണപ്പെടുന്നത് വളരെ ഇഷ്ടമല്ല. ഇവിടെ ഉണ്ടോ നിങ്ങൾ? നമ്മൾ ഗുണപ്പെടുന്നത് പലർക്കും എന്തല്ല? ഒന്ന് പറയാമോ നിങ്ങൾക്ക്? അങ്ങനെ തന്നെ നമ്മൾ ഗുണപ്പെട്ട് കാണണമെന്ന് പലർക്കും ഇഷ്ടമില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, നാട്ടുകാരുടെ എല്ലാം ഇഷ്ടം നോക്കിയല്ല തമ്പുരാൻ നിന്നെ ഗുണപ്പെടുത്തുന്നത്. നീ ഊമനായിട്ടിരിക്കണമെന്ന് നാട്ടുകാരെല്ലാം ആഗ്രഹിക്കുമ്പോൾ സ്വർഗം ആഗ്രഹിക്കുന്നത് നീ ഒന്ന് സംസാരിച്ച് കാണണമെന്ന്. ഒരു ജീസസ്, ഒരു ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നീ ജീവിതത്തിൽ ക്ലച്ച് പിടിച്ച് കാണണമെന്ന് ആഗ്രഹിക്കാത്തവൻ്റെ മുമ്പിൽ തല ഉയർത്തി നിന്നെ നിർത്തുന്നൊരു ദൈവസാന്നിധ്യം ഉണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. ഇവൻ സൗഖ്യമായപ്പോൾ 2 ഗ്രൂപ്പായി. അവിടെ പ്രശ്നങ്ങൾ എഴുന്നേക്കാൻ തുടങ്ങി. ജനം അത്ഭുതപ്പെട്ടു, പരീശന്മാർ വിമർശിക്കാൻ തുടങ്ങി. അല്ലേ?
The crowd marveled. The Pharisees criticized. ഇത് വരും. ഒരുത്തൻ ഗുണപ്പെടാൻ തുടങ്ങുന്നുടനെ ഇത് വരും. The same miracle that opens one's heart can harden another person. വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? അഞ്ചാമത്തെ ചിന്ത, സഹോദരങ്ങളെ, ഇവൻ സൗഖ്യമാക്കിയത്, ഇവൻ സൗഖ്യമാക്കപ്പെട്ടത്, യേശു ഇവനെ സൗഖ്യമാക്കിയത് സിസ്റ്റത്തിന് അംഗീകരിക്കാൻ പറ്റിയില്ല. എന്താ? ഉടനെ അവർ പറയാ, നീ ഭൂതങ്ങളുടെ തലവനെ കൊണ്ടാണ് എന്ത് ചെയ്യുന്നേ? സൗഖ്യമാക്കുന്നത്. നീ പല സിസ്റ്റത്തിനും ത്രട്ടനാകും. യേശുവിൻ്റെ കരം നിൻ്റെ മേൽ വരുമ്പോൾ പല സിസ്റ്റത്തിനും നീ ഒരു ഭീഷണിയായിട്ട് മാറും. പക്ഷേ യേശുവില്ലാത്ത സിസ്റ്റത്തിനകത്ത് നിനക്ക് സ്ഥാനമില്ല. ഒരു ഹല്ലേലൂയ പറയാൻ പറ്റുമെങ്കിൽ. ആമേൻ. സ്തോത്രം. നമ്മുടെ സമയം കഴിഞ്ഞല്ലോ. നിർത്തേണ്ടത് കൊണ്ട് ഇടിച്ച് നിർത്തുക. ഞാൻ നിങ്ങളോട് പറയാം, തമ്പുരാൻ കൂടെ ഉണ്ടെങ്കിൽ he will not only breaking the chains, but he will restore your voices. ഭൂതങ്ങളെ പുറത്താക്കുക മാത്രമല്ല, ഭൂതനിമിത്തം വന്ന സകല മൗനതകളെയും ആത്മാവ് കട്ടിയും ചിലതിനെ സംസാരിപ്പിക്കാൻ തുടങ്ങും. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. കണ്ണുകളെ ദൈവസന്ധി അടയ്ക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണു ദൈവസന്ധി അടച്ചാട്ടെ. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ സന്ധിയിലേക്ക് അടുത്ത് വന്ന് പ്രാർത്ഥിക്കുന്നു. വിശേഷിച്ച് ഈ ശബ്ദം കേട്ടവരിൽ ഇപ്പോൾ ഈ സൂം പ്ലാറ്റ്ഫോമിലുള്ളവരും ഇടയ്ക്കിറങ്ങിപ്പോയവരും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഇവരെ ബ്ലസ് ചെയ്യുന്നു. ഇന്ന് കേട്ടതുപോലെ ഇവരുടെ ഐഡൻറ്റിറ്റിയെ കർത്താവ് റിസ്റ്റോർ ചെയ്യണമേ. ഇവരുടെ അവസ്ഥകൾക്ക് ഭേദം വരണമേ. ഇവരുടെ ശബ്ദം പുറത്തു വരട്ടെ. വലിയ ദൈവപ്രവൃത്തിയാക്കി കർത്താവിനെ തീർക്കണമേ. സ്വർഗം അങ്ങനെ ചെയ്തിരിക്കാൻ സ്തോത്രം. മുഴുവൻ മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് ഏൽപ്പിക്കുന്നു. അങ്ങനെ കേട്ടതിനാൽ നന്ദി. അത് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. സമാധാനത്തോടെ പോവുക. ഗോഡ് ബ്ലെസ് യു. നാളെ പ്രഭാതത്തിൽ അടുത്ത സെഷൻ. അതുവരെയും കർത്താവ് നിങ്ങളെ